അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പറയുന്ന രൂപത്തിൽ ഇനി പറയുന്ന സമയത്ത് ഈ സൂറത്തിനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വിദേശത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ തടസ്സങ്ങൾ മാറും. അടഞ്ഞുകിടക്കുന്ന നിങ്ങളുടെ വഴികളെല്ലാം തുറക്കപ്പെടും. നിങ്ങളുടെ എല്ലാ ആശകളും ആഗ്രഹങ്ങളും സഫലമാകും ഇൻഷാ അല്ലാഹ്. ഇനി പറയുന്ന രൂപത്തിൽ പറയുന്ന സമയത്ത് ഓതണം. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ഏതാണ് സൂറത്ത് എന്ന് മനസ്സിലാക്കുക. വീഡിയോയിൽ പറയുന്നത് പോലെ പറയുന്ന സമയത്ത് നിങ്ങൾ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങളുടെ ആശകളും ആഗ്രഹങ്ങളും നിറവേറി അടഞ്ഞ വഴികളെല്ലാം തുറന്ന് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. വെരി എഫക്റ്റീവായ ഒരു സൂറത്തും ദിക്റിനെയുമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഫത്ഹ് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. സൂറത്തുൽ ഫത്ഹിനെ ഇശാ മഗ്രിബിന്റെ ഇടയിലോ അതല്ലെങ്കിൽ ഇശാഇന് ശേഷം ഉറങ്ങുന്നതിനു മുമ്പായോ നാം ഒരു തവണ ചൊല്ലുക. തുടർച്ചയായി 21 ദിവസം ഈ അമൽ ചെയ്യണം. സ്ത്രീകൾ മെൻസസ് കഴിഞ്ഞ് ശുദ്ധമായ ശേഷം ചെയ്താൽ മതിയാവുന്നതാണ്. ചിലർക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഫലം ലഭിക്കും. ചിലർക്ക് ഒരാഴ്ച കൊണ്ട് ഫലം ലഭിക്കും. ചിലർക്ക് 21 ദിവസം കൊണ്ട് ഫലം ലഭിക്കും. നിങ്ങളുടെ ചൊല്ലുന്നതിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുക. അല്ലാഹു തആല പൂർണ്ണ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ ഫത്ഹിനെ ഒരു തവണ മുഴുവനായും ഓതി തീർക്കുക. തുടർന്ന് അല്ലാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം നൽകുന്നവൻ, തുറന്നു നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 489 തവണ ചൊല്ലുക. എണ്ണം കുറയുകയും എണ്ണം കൂടുകയും ചെയ്യരുത്. കൃത്യമായ എണ്ണത്തോടുകൂടി നാം ചൊല്ലുക. ഒന്നുകൂടെ പറയാം. ഇശാ മഗ്രിബിന്റെ ഇടയിലോ അതല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിനു മുമ്പായോ സൂറത്തുൽ ഫത്ഹ് ഒരു തവണ പൂർണ്ണമായും ഓതുക. തുടർന്ന് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 489 തവണ ചൊല്ലുക. തുടർന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ കാര്യങ്ങൾ 21 ദിവസം തുടരെയായി ചൊല്ലുക ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും